ഇപ്പോൾ രതീഷ്, അദ്ദേഹം മാതൃഭൂമിയുടെ ഗുജറാത്ത് ലേഖകനാണ്, അദ്ദേഹം അവിടെയുണ്ട്. രതീഷ്, ഇപ്പോൾ ഈ സിവിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയോ രതീഷ്? അവിടെ 241 പാസഞ്ചേഴ്സ് മരിച്ചു എന്നുള്ള കാര്യം കൺഫേംഡ് ആണ്. എത്ര നാട്ടുകാർ, അത് പൂർണ്ണമായും ആ വിവരങ്ങൾ ലഭ്യമാണോ? ഞാൻ സിവിൽ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി ഇപ്പോൾ അവിടെ ഇല്ല, അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ഇപ്പോ അതിന്റെ പൂർണ്ണമായ കൃത്യമായ വിവരങ്ങൾ ഗവൺമെന്റ് സോഴ്സിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരാള് നേരത്തെ പറഞ്ഞത് എല്ലാവരും മരിച്ചു എന്ന നിലയിലാണ്, പക്ഷെ ഒരാള് ഇപ്പൊ ജീവനോടെ ഉണ്ട് എന്ന രീതിയിലൊരു ഇത് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞു. അതിന്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും മൃതദേഹങ്ങൾ ഏറെക്കുറെ ബേൺഡാണ്, എല്ലാം പൊള്ളിയ നിലയിലാണ് കൊണ്ടുവരുന്നത്. ചിലരുടെ ശരീരത്തിൽ ഈ സീറ്റ് ബെൽറ്റ് പോലും പറ്റിപ്പിടിച്ചിരിക്കുന്ന നിലയിലാണ്. അപ്പൊ DNA ടെസ്റ്റ് നടത്തിയതിന് മാത്രമേ ഇവരെയൊക്കെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പൊ 2 മണിക്കാണ് അപകടം നടന്നതെങ്കിൽ കൂടിയും ഏകദേശം 5:30-6 മണി വരെയും ഇത്ര അടുത്തായിട്ട് കൂടിയും ഈ ആളുകളെ എത്തിക്കുവാൻ വേണ്ടി അത്രയും സമയം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാകും. കാരണം ഒരു കെട്ടിടത്തിന്റെ മുകളിലും പല ഭാഗത്തുമായിട്ട് കിടന്ന ആളുകൾ മൃതദേഹങ്ങളൊക്കെയാണ്. അപ്പം അവരെത്തിക്കാൻ ഇപ്പോൾ 6 മണിയോടുകൂടിയാണ് ഏകദേശം എത്തിച്ചെന്ന് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ അവിടെ ഈ BJ ഹോസ്പിറ്റലിന്റെ ഹോസ്റ്റൽ ബ്ലോക്കിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം എത്രമാത്രം വലുതാണ്? അവിടെയുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ്, യുവാക്കളായ സ്റ്റുഡൻസും റെസിഡൻസും, അവർക്ക് എത്ര പേർക്ക് പരിക്കുണ്ട്? 30-50 ഇടയിൽ പിന്നെ അവിടെയുള്ള വിദ്യാർത്ഥികളും സ്റ്റാഫും ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കുണ്ടെന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. അവര് ചില ആളുകള് മെസ്സില് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന സമയമായിരുന്നു, ആ സമയത്താണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം അവരൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ കോംപ്ലക്സിന് പുറത്തുള്ള ആർക്കെങ്കിലും പരിക്കോ അല്ലെങ്കിൽ ആ കോംപ്ലക്സിന് വെളിയിലുള്ള എവിടെയെങ്കിലും നാശനഷ്ടമോ ഉണ്ടോ? പുറത്ത് ആർക്കും പരിക്ക് പറ്റിയില്ല. ഇത് ഏകദേശം വലിയൊരു ഏരിയ ആണ്. ചുറ്റുവട്ടമൊക്കെ സൊസൈറ്റികളും പിന്നെ ഷാഹിബാഗിലെ പോലീസിന്റെ പിന്നെ കുതിരകളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രം എല്ലാം ഉള്ള വലിയൊരു ഏരിയ ആണ്. പക്ഷെ ഈ വീണ ഈ സ്ഥലത്ത് ഈ മെഡിക്കൽ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട പിന്നെ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, ഈ ചില ഡോക്ടർമാരുടെ ബന്ധുക്കളും അപകടത്തിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അവർ ഇവിടെ ഈ ഡോക്ടർമാരുടെ കൂടെ താമസിക്കുന്നവരാണ്. അതെ. പിന്നെ അങ്ങനെ പരിക്കേറ്റ ആളുകൾ, വിദ്യാർത്ഥികളും അവിടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ട്, അവരുള്ള ആളുകൾ ആയിരിക്കണം. അതായത് ഈ മെഡിക്കൽ കോളേജ് പ്രൊമൈസസിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾക്കാണ് ക്ഷതമുണ്ടായിട്ടുള്ളത് അല്ലേ? പൂർണ്ണമായി അത് BJ മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അപ്പൊ ആ മെഡിക്കൽ കോളേജിന്റെ മുകളിൽ ഒരു 5 നില കെട്ടിടം ആണ് പ്രധാനമായിട്ട്. ഹോസ്റ്റലും ഒക്കെ ഉള്ളത് 5 നില കെട്ടിടമാണ്. പിന്നെ കൂടാതെ ക്വാർട്ടേഴ്സുകളും ഉണ്ട്. അവിടെ ഈ BJ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ, അതായത് ഈ പറഞ്ഞ 241 പേർക്ക് പുറമെ എത്ര മരണം അത് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് പിന്നെ ഈ പറഞ്ഞ പരിക്ക് പറ്റിയ ആളുകളുണ്ട് എന്നുള്ളതല്ലാതെ ഇവരിൽ എത്ര പേര് മരിച്ചു എന്ന വിവരം നമുക്ക് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം. 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉണ്ട് എന്ന രീതിയിലൊരു വാർത്ത ഒരു വിവരം വന്നിരുന്നു, പക്ഷെ നമ്മൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ NDRF-ഉം CISF-ഉം എല്ലാം വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ അങ്ങോട്ട് എത്തി. അവിടെ ഈ പൂർണ്ണമായും ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം നീക്കിയോ? ഇല്ലില്ല, നീക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അവര് ഈ ആളുകളെ ആളുകളെ പരിക്കുപറ്റിയവർ എത്തിക്കുക എന്നുള്ളൊരു ഇതിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പല സ്ഥലത്തായിട്ടാണ്, കെട്ടിടത്തിന്റെ പല ഭാഗത്തായിട്ടാണ് വീണിട്ടുള്ളത്. അതിന്റെ ഒരു മേൽക്കൂരയിൽ തന്നെയാണ് അതിന്റെ പിന്നെ ചക്രം വീണ് കിടക്കുന്നതിന്റെ മേൽക്കൂരയിലാണ്. മേൽക്കൂരയിൽ ആ വിമാനത്തിന്റെ ഒരു ഭാഗം ഇരിക്കുന്ന ദൃശ്യങ്ങൾ, അതിന്റെ ഫോട്ടോഗ്രാഫുകൾ ഇപ്പോൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ആ അപകടത്തിന്റെ നടുക്കത്തിലാണ് ഗുജറാത്ത്. വളരെ നന്ദി രതീഷ്, ഈ സമയത്ത് ഇത്രയും വിവരങ്ങൾ ഷെയർ ചെയ്തതിന്.